ഇനി നമുക്ക് വെട്ട് കേക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. വറുക്കാത്ത റവയാണ്. 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു 3/4 കപ്പ് പഞ്ചസാരയിലേക്ക് 2 മുട്ട പൊടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 3-4 ഏലക്കയുടെ കുരു മാത്രം എടുത്തതും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൈദയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൈദ ഇട്ടിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് കുഴിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് 2 മണിക്കൂർ നേരം മാറ്റി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുത്തിട്ട് വെട്ട് കേക്കിൻ്റെ ഷേപ്പിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പല രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പൂവിൻ്റെ ഷേപ്പിലും സ്റ്റാറിൻ്റെ ഷേപ്പിലും ഒക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ചൂടാക്കി എടുക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ്. ഒരുപാട് തീ കൂടിയാൽ പുറമെ കരിഞ്ഞു പോവും, അകംഭാവം വേവില്ല. അപ്പോൾ എല്ലാം ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കും.